ഹായ് ഓൾ. സോ നീ 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അതിന്റെ ഒപ്പം തന്നെ സ്റ്റാർട്ടായ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു കോളേജാണ് സി എം സി വെല്ലൂർ എന്ന് പറയുന്നത്. സോ സി എം സി വെല്ലൂരിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും. സി എം സി വെല്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് എയിംസ് ജിപ്മർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വളരെയധികം എക്സ്പോഷറും കിട്ടുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നുള്ളത്. സോ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്കുള്ള MBBSന്റെയും AHS, ദാറ്റ് ഈസ് പറഞ്ഞ അലൈഡ് ഹെൽത്ത് സയൻസിന്റെയും BSc നഴ്സിംഗിന്റെയും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. സോ MBBSന്റെയും അതേപോലെ തന്നെ BSc നഴ്സിംഗ് ആൻഡ് AHS രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, അതിന്റെ ലാസ്റ്റ് ഡേറ്റ്സും കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചോദിക്കാം. അപ്പൊ ഇവിടെ നോക്കുക, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ admissions.cmcvellur.ac. എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കോഴ്സസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസിലേക്ക് പോകാൻ സാധിക്കുക. അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ് എ ആണ്. ഗ്രൂപ്പ് എയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സസ് MBBS, BSc നഴ്സിംഗ്, വെല്ലൂർ ക്യാമ്പസ്, BSc നഴ്സിംഗ്, AHS അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ഗ്രൂപ്പ് എ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഗ്രൂപ്പ് ബിയിലാണ് ഡിപ്ലോമ കോഴ്സസ് വരുന്നത്. ഡിപ്ലോമ കോഴ്സസ് നിങ്ങൾക്ക് ഇതുപോലെ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്നുള്ള രീതിയിലാണ് CMC വെല്ലൂർ അവരുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ MBBSയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡ്മിഷൻ ബുള്ളറ്റ് നോക്കുമ്പോൾ MBBS ആക്ച്വലി നീറ്റ് 2025 നിങ്ങളുടെ നീറ്റ് 2025 സ്കോറിന്റെ ബേസിലാണ് ശരിക്കും അവർ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് പക്ഷെ നിങ്ങൾ CMC വെല്ലൂരിന് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നീറ്റ് 2025 സ്കോറിൽ തന്നെയാണ്, വേറെ പരീക്ഷകളൊന്നും തന്നെ ഇല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ബുള്ളറ്റിൻ നോക്കിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ പോർട്ടലിൽ കാര്യമായ ഡീറ്റെയിൽസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 ഫെബ്രുവരിയാണ്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 28 മാർച്ചിലാണ്. 28 തീയതി മാർച്ച് വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുണ്ട്. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം മൈനോറിറ്റി നെറ്റ്വർക്ക് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് കൊടുക്കാനുള്ള സമയം 1 ഏപ്രിലാണ്. റെസിപ്റ്റ് ഓഫ് സർട്ടിഫിക്കേഷൻ ഫോംസ് ഫ്രം മൈനോറിറ്റി നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ, അതായത് മൈനോറിറ്റി നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വഴി നിങ്ങൾക്ക് CMCയിൽ മൈനോറിറ്റി നെറ്റ്വർക്ക് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയുള്ള ഡേറ്റ് 25 ഏപ്രിലാണ്. അടുത്തത് ഓൺലൈൻ സബ്മിഷൻ ഓഫ് നീറ്റ് UG സ്കോറും ബാക്കി കാര്യങ്ങളും നീറ്റ് എക്സാമിന് ശേഷമായിരിക്കും അനൗൺസ് ചെയ്യുക. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുത്തെ സീറ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം CMC വെല്ലൂർ എന്ന് പറയുന്നത് ശരിക്കും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറി ഹോസ്പിറ്റൽസിലേക്കൊക്കെ ഒരു ചെറിയ ബോണ്ട് പീരീഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടേതായ മൈനോറിറ്റി നെറ്റ്വർക്കിന് അവിടെ പ്രത്യേകം റിസർവേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ അവിടെ ശരിക്കും അഡ്മിഷൻ നടക്കുന്നത് 50% സീറ്റ്, 100 സീറ്റുകൾ ഉണ്ടെങ്കിൽ 50 സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട വഴിയും ബാക്കിയുള്ള 50 സീറ്റുകൾ ഗവൺമെന്റ് കോട്ട വഴിയുമാണ് ശരിക്കും അഡ്മിഷൻ നടക്കുക. സോ അവിടുത്തെ മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ അവിടെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാം. ഈ മാനേജ്മെന്റ് കോട്ടയിൽ ശരിക്കും ഓപ്പൺ മൈനോറിറ്റി നെറ്റ്വർക്ക് CMC വെല്ലൂർ സ്റ്റാഫ് കോട്ട എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, നമുക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഓപ്പൺ കാറ്റഗറി എന്ന് പറയുന്നത്. മൈനോറിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഇവിടെ നമുക്ക് ഓപ്പൺ കാറ്റഗറി ഒരു പ്രത്യേകം പറയുന്നുണ്ട്. എനി കാൻഡിഡേറ്റ് ഹു ഫുൾഫിൽസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആസ് ഗിവൺ ഇൻ സെക്ഷൻ 1.3 എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ +2 കോഴ്സ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ്, അവിടെ ഇംഗ്ലീഷ് നിർബന്ധ സബ്ജക്ട് ആയിരിക്കണം. ഇങ്ങനെ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ഉള്ള എല്ലാവർക്കും 50% മാർക്ക് മുകളിലുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതൊരു പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ബോർഡ്സിൽ പഠിച്ച, അതേപോലെ CBSE അല്ലെങ്കിൽ ICSE, തമിഴ്നാട് സ്റ്റേറ്റ് ബോർഡ് അല്ലെങ്കിൽ എനി അതർ സ്റ്റേറ്റ് ബോർഡ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ കാറ്റഗറി, ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ആർക്കും ഓപ്പൺ കാറ്റഗറി അപ്ലൈ ചെയ്യാം. ഇനി മൈനോറിറ്റി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവർ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് അനക്ഷർ 1 ആർക്കൊക്കെ മൈനോറിറ്റി നെറ്റ്വർക്ക് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് അവരുടെ റെക്കമെൻഡേഷൻ പറയുന്നുണ്ട്. ഇറ്റ് ഓപ്പറേറ്റ്സ് ഇറ്റ്സ് ഓൺ മെഡിക്കൽ വർക്ക് ആൻഡ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ആർ എലിജിബിൾ ടു റെക്കമെൻഡ് ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് ഫോർ MBBS കോഴ്സ് റൺ ബൈ CMC വെല്ലൂർ. So to this end, eligible Christian students are encouraged to apply under this category. For the list of eligible minority network organizations, please refer to Annexure 1 എന്നാണ്. അപ്പൊ Annexure 1 മൈനോറിറ്റി നെറ്റ്വർക്ക് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അവരുടെ നിന്ന് റെക്കമെൻഡേഷൻ കിട്ടുന്ന ആ പർട്ടിക്കുലർ ഓർഗനൈസേഷൻസിന് റെക്കമെൻഡേഷൻ കിട്ടുന്ന ക്രിസ്ത്യൻ കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് ഈ കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ജനറലി ക്രിസ്ത്യൻ സ്റ്റുഡൻസിനോട് ആ കാറ്റഗറിയിൽ തന്നെ അപ്ലൈ ചെയ്യാനാണ് ശരിക്കും CMC വെല്ലൂരും പറയുന്നത്. പിന്നെ വെല്ലൂർ സ്റ്റാഫ് കോട്ടയാണ്, അവിടെ ഉള്ള വർക്ക് ചെയ്യുന്നവരുടെ കോട്ടയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ഇത് കിട്ടാവുന്നതാണ്. പിന്നെ
സ്റ്റേറ്റ് ഗവൺമെന്റ് കോട്ടയാണ്. ബാക്കി കോട്ട എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോട്ടയാണ്. അവിടെയും ഇതേപോലെ തന്നെ 20% സ്റ്റേറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കോട്ടയും 30% അവിടുത്തെ ഗവൺമെന്റ് കോട്ടയുമാണ്. പക്ഷെ അത് തമിഴ്നാട് കൗൺസിലിംഗ് സ്റ്റേറ്റ് മെറിറ്റിന്റെ ബേസിലാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾ സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴി തമിഴ്നാട് ഡൊമിസൈലുള്ള സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതാണ് മാനേജ്മെന്റ് സീറ്റിലാണ് നമുക്ക് എല്ലാവർക്കും, ഇപ്പം തമിഴ്നാട് ഡൊമിസൈൽ ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അവിടെ ഓപ്പൺ കാറ്റഗറി 2 സീറ്റ്, മൈനോറിറ്റി നെറ്റ്വർക്കിൽ 38 സീറ്റും, CMC വെല്ലൂർ സ്റ്റാഫ് കോട്ടയിൽ 10 സീറ്റുമാണ്. അപ്പോൾ മൊത്തം 50 സീറ്റുകളാണ് ശരിക്കും മാനേജ്മെന്റിലുള്ളത്. പിന്നെ തമിഴ്നാട് ഡൊമിസൈൽ ഉള്ളവർക്കാണെങ്കിൽ ഈ കാറ്റഗറിയിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗിൽ ഈ പറഞ്ഞ പോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് നീറ്റിന്റെ സെയിം എലിജിബിലിറ്റി കണ്ടീഷൻസ് തന്നെയാണ് ഇതിലും പറഞ്ഞിട്ടുള്ളത്. CBSE, ICSE അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനി ബോർഡ്സിൽ പഠിച്ചവർക്ക് നിങ്ങളുടെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ്. അതായത് ഇപ്പോഴല്ല, നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ നീറ്റ് സ്കോർ ഒക്കെ സബ്മിഷന്റെ സമയമാകുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾ വേറെ ബോർഡ്സിലാണ് പഠിച്ചതെങ്കിൽ, നിങ്ങൾ തമിഴ്നാട് സ്റ്റേറ്റിലോ CBSEയിലോ അതേപോലെ തന്നെ അവർ പറഞ്ഞത് CISCയിലോ പഠിച്ചവരല്ല, ബാക്കി ഏതെങ്കിലും ബോർഡ്സിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ TN തമിഴ്നാട് ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്താൽ മതി. അവിടുന്ന് നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് ആ രജിസ്ട്രേഷന്റെ ആ സമയത്താണ്, നിങ്ങളുടെ ആ ഒരു നീറ്റിന്റെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങളൊരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊക്യൂർ ചെയ്യേണ്ടി വരുന്നത്. അതിപ്പം MBBS കാൻഡിഡേറ്റ്സിനും അതേപോലെ നഴ്സിംഗ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടൊരു കാര്യമാണ്. സോ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ബേസിക് അഡ്മിനിസ്ട്രേഷൻ ഫീ 1200 അതേപോലെ രജിസ്ട്രേഷൻ ഫീസ് ഓഫ് 500 അവിടെ അടയ്ക്കണം. പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം MBBS അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നീറ്റ് എക്സാം എഴുതണം ഒന്നാമത്തത്. മറ്റൊന്ന് CMC വെല്ലൂരിന്റെ സൈറ്റിൽ അപ്ലൈ ചെയ്തിരിക്കണം. തമിഴ്നാട് കൗൺസിലിംഗ് പ്രോസസ്സിന്റെ സമയത്ത് മാനേജ്മെന്റ് സീറ്റ് നിങ്ങൾ നോക്കുന്നത്, കാരണം ഇത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കൗൺസിലിംഗിന്റെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തിരിക്കണം. അവർ പ്രത്യേകം റെഡ് ലൈനിൽ അവർ എടുത്തു പറയുന്നുണ്ട്, all candidates applying to CMC Vellore for MBBS also have to apply to the Tamil Nadu Selection Committee for the counseling process in the relevant category. Tamil Nadu Selection Committee that is നമ്മുടെ ഇത് ഓപ്പൺ ആകുമ്പോൾ, ആഫ്റ്റർ നീറ്റ് ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾ അവിടെയും രജിസ്റ്റർ ചെയ്തിരിക്കണം. കാരണം അവിടുത്തെ നമ്മുടെ തമിഴ്നാടു, ഇപ്പൊ നമുക്ക് കേരളത്തിലെ കീം ID ഒക്കെ പോലെ തന്നെ തമിഴ്നാടിന്റെ ID ഉണ്ടാവും. അതും കൂടെ കൊടുത്തിട്ട് വേണം നമ്മളിവിടെ ബാക്കി പ്രോസസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതാണ് MBBSനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സിമിലർലി BSc നഴ്സിംഗും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കും CMC വെല്ലൂർ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അതിന്റെ ഔട്ട്ലൈനും നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ ആപ്ലിക്കേഷൻ 11th February സ്റ്റാർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് ഡേറ്റ് 28th March ആണ്. നേരത്തെ പോലെ 1st April 25th April കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് A ഗ്രൂപ്പ് B ആണ്. ഗ്രൂപ്പ് A ആണ് BSc നഴ്സിംഗും AHS ഡിഗ്രി. ഗ്രൂപ്പ് B എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സസ് ആണ്. ഫസ്റ്റ് എൻട്രൻസ് എക്സാം ആണ്, അതായത് നിങ്ങൾക്ക് CMC വെല്ലൂരിന്റെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം. മറ്റേതാകുമ്പോൾ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ BSc നഴ്സിംഗിന് നീറ്റ് എക്സാം അല്ല നിങ്ങളുടെ ക്രൈറ്റീരിയ. CMC വെല്ലൂരിന്റെ എൻട്രൻസ് എക്സാം ആണ്. അത് 12 May 2025 രാവിലെയാണ്. ഗ്രൂപ്പ് Aയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സാം, ഗ്രൂപ്പ് Bയിലാണെങ്കിൽ ആഫ്റ്റർനൂണും ആയിരിക്കും. ശ്രദ്ധിക്കണം. പിന്നെ ബാക്കി പ്രോസസ്സ് എല്ലാവരും ഏതൊക്കെ ഡേറ്റുകളിലാണ് സംഭവിക്കുന്നത് എന്ന് കാണിച്ചിട്ടുണ്ട്. അതും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 7 കോഴ്സസ് മാക്സിമം ഇൻക്ലൂഡിങ് MBBS നിങ്ങൾ ഗ്രൂപ്പ് Aയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഗ്രൂപ്പ് A ആണ് നമ്മുടെ മെയിൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സസ് ആണ്. ഗ്രൂപ്പ് B നിങ്ങൾക്ക് നോക്കാം. ഇനി ഗ്രൂപ്പ് A ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത്, ഗ്രൂപ്പ് A തന്നെയാണ്. സോ ഗ്രൂപ്പ് Aയിൽ നിങ്ങൾക്ക് മാക്സിമം ഓഫ് 7 കോഴ്സസ് ഇൻക്ലൂഡിങ് MBBS ആണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. MBBSന്റെ അപ്ലിക്കേഷൻ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതിന്റെ ക്രൈറ്റീരിയകൾ പറഞ്ഞിരുന്നു. സോ നഴ്സിംഗ്, അപ്പൊ നിങ്ങളിപ്പം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് MBBS ചൂസ് ചെയ്യാം, പിന്നെ നഴ്സിംഗ് ചൂസ് ചെയ്യുമ്പോൾ നഴ്സിംഗ് ചൂസ് ചെയ്യാം. അതേപോലെ അലൈഡ് ഹെൽത്ത് സയൻസിൽ കുറച്ച് കോഴ്സസ് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പൊ അതിന്റെ ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ MBBS ആണെങ്കിൽ കോഡ് 001 ആണ്. BSc നഴ്സിംഗ് വെല്ലൂർ ടൗൺ ക്യാമ്പസ് ആണ് നമ്മൾ നോക്കുക, കാരണം ചിറ്റൂർ ക്യാമ്പസ് ആന്ധ്രയുടെ EAPCT എക്സാമിന്റെ ബേസിലാണ്. സോ വെല്ലൂർ ടൗൺ ക്യാമ്പസ് BSc നഴ്സിംഗ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെ ഓപ്പൺ കാറ്റഗറിയിൽ 15 സീറ്റുകളും സിമിലർ മൈനോറിറ്റി നെറ്റ്വർക്ക് കാറ്റഗറിയിൽ 85 സീറ്റുകളുമായിരിക്കും ഉണ്ടാവുക. അഡ്മിഷൻ ഇയറിൽ നിങ്ങളുടെ ഫീസ് ആ ഇയറിൽ 61,100 ബാക്കിയുള്ള സബ്സിക്വന്റ് ഇയേഴ്സിൽ 33,500 ആയിരിക്കും. 4 വർഷത്തെ കോഴ്സും അതേപോലെ ജൂനിയർ സ്റ്റാഫ് നഴ്സായിട്ട് നിങ്ങളവിടെ 1 വർഷം വർക്ക് ചെയ്യേണ്ടിയും വരും, അവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് BSc നഴ്സിംഗ്. അപ്പോൾ ഒരു കോഴ്സ് കൂടെ, അപ്പോൾ ഒരു കോഴ്സ് നിങ്ങൾക്ക് MBBS ചൂസ് ചെയ്യാം. പിന്നെ നഴ്സിംഗ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ചൂസ് ചെയ്യാം. നെക്സ്റ്റ്
BOT, BPT, MLT, ഒപ്റ്റോമെട്രി പോലെയുള്ള പാരാമെഡിക്കൽ കോഴ്സസിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വളരെയധികം എക്സ്പോഷറിൽ വളരെയധികം ഫാക്കൽറ്റി എക്സ്പോഷറും അതേപോലെ ട്രീറ്റ്മെന്റ് എക്സ്പോഷർ ഒക്കെ ഉള്ള ഒരു കോളേജാണ് ശരിക്കും CMC വെല്ലൂർ. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ് ശരിക്കും CMC വെല്ലൂർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ. സോ ഇവിടെ പറഞ്ഞ പോലെ മെഡിക്കൽ റെക്കോർഡ് സയൻസ് ഉണ്ട്, ഓഡിയോ സ്പീച്ച് തെറാപ്പി ഉണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഉണ്ട്, പ്രോസ്തറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് ഉണ്ട്, റേഡിയോഗ്രാഫി ആൻഡ് ഇമേജിംഗ്, MLT ഉണ്ട്, റേഡിയോ തെറാപ്പി ഉണ്ട്, മെഡിക്കൽ സോഷ്യൽ ഉണ്ട്, കാർഡിയോ പൾമനറി, പെർഫ്യൂഷൻ കെയർ ടെക്നോളജി. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുള്ള ഒരു കോളേജാണ് ശരിക്കും CMC വെല്ലൂർ എന്ന് പറയുന്നത്. അതിന്റെ ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീസുകളും അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളും ശരിക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെ മാക്സിമം 7 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഇതാണ് ഡിപ്ലോമ കോഴ്സസ് എന്ന് പറയുന്നത്. എല്ലാ ഡീറ്റെയിൽസും അവരുടെ ഈ പറഞ്ഞ നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൺ ടൈം ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ്സിലും ഇതേപോലെ തന്നെ ഗ്രൂപ്പ് എ കോഴ്സസ് ആണെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾ ചോദിച്ചത് 500 രൂപയാണ് നിങ്ങളുടെ ഫീസ്. ഒരു രജിസ്ട്രേഷൻ 500 ആണ്. പിന്നെ ഓരോ കോഴ്സിനും 500 വെച്ച് ആഡ് ആയിക്കൊണ്ടിരിക്കും, അത് ശ്രദ്ധിക്കണം. പിന്നെ ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. പിന്നെ ഫോറിൻ നാഷണൽസിന്റെ കാര്യങ്ങളും ഇതെല്ലാം അവർ പറയുന്നുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. സ്പെസിഫിക് സൈസും കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പ്രോപ്പർ ആയിട്ട് ഒരു EMAIL ID വേണം, പ്രോപ്പർ ആയിട്ട് ഒരു ഫോൺ നമ്പർ വേണം. നിങ്ങൾ നീറ്റിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഇഫ് യു ആർ ഫ്രം കേരള ബോർഡിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊക്യൂർ ചെയ്ത് വെക്കേണ്ടി വരും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് ഇതിന്റെ സമയമാകുമ്പോഴായിരിക്കും വരിക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടുത്തെ അവിടെ രജിസ്ട്രാറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അവരുടെ CMC വെല്ലൂരിൽ ഇപ്പൊ നമ്മുടെ നീറ്റിലെ പോലെ നമുക്ക് ഡയറക്ട്ലി NTA കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ മെയിലൊക്കെ അയച്ചിട്ട്, അതേപോലെ ഇവരുടെ രജിസ്ട്രാറിൽ നമുക്ക് എന്ത് ചെയ്യാം, CMC വെല്ലൂരിന്റെ അവരെ നമുക്ക് കോൺടാക്ട് ചെയ്ത് ഇപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് രജിസ്ട്രാർസ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. registrar@cmcvellur.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെയും നഴ്സിംഗിന്റെ കേസിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ BSc നഴ്സിംഗ് ആൻഡ് AHSും അതേപോലെ MBBS കോഴ്സും CMC വെല്ലൂരിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നോക്കേണ്ടത്. ഡിസ്റ്റൻസ് കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മൈനോറിറ്റി നെറ്റ്വർക്ക് വഴി അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രദ്ധിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അല്ലാതെ ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നതാണ് നിങ്ങൾക്ക് ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. നല്ല കോളേജാണ്. യു ആർ ഓപ്റ്റിംഗ് ഫോർ ദിസ്, യു ക്യാൻ ചൂസ് ദിസ് കോളേജ്. പിന്നെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്കിനി എക്സാമിന്റെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അനാലിസിസ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കാറ്റഗറി സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മൈനോറിറ്റി നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.